ചെന്നൈയിൽ വോൾവോ ട്രെയിലറിൽ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്, ഡ്രൈവർ ഒഴിവ് വന്നിട്ടുണ്ട്. ഒന്നല്ല ഒരുപാടുണ്ട്. അത് കണക്ക് തന്നെ ഭാരത് ബെൻസിന്റെ മൾട്ടി ആക്സിലും വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ പറയാനായിട്ട് ലാലളിന്റെ അടുത്താണ് വന്നിട്ടുള്ളത്. ലാലളി ഡൽഹി വരെയിലെ വോൾവോ ട്രെയിലറാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയും അതിന്റെ ഡീറ്റെയിൽസും പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അതെ, നിങ്ങളിപ്പോ പുതിയതായിട്ട് കമ്പനി ജോയിൻ ചെയ്യാൻ വരുവാണെങ്കിൽ വന്ന ഫസ്റ്റ് ടെസ്റ്റ് അടിക്കും. 90 ഡിഗ്രി പാർക്കിംഗ് ചെയ്ത് കാണിക്കണം വണ്ടി. ഫോർവേഡ് ഓടിക്കുകയല്ല, വണ്ടി റിവേഴ്സ് പാർക്കിംഗ് ചെയ്ത് കാണിക്കണം മസ്റ്റായിട്ട്. വണ്ടി റിവേഴ്സ് പാർക്കിംഗ് ചെയ്ത് കാണിക്കണം, 90 ഡിഗ്രി പാർക്കിംഗ് ചെയ്ത് കാണിക്കണം. അതിനുശേഷം അല്ലെങ്കിൽ ചിലപ്പോൾ കോൺ വെച്ചിട്ട് എസ് അടിച്ചിട്ട് എൽ ഷേപ്പ് പാർക്ക് ചെയ്ത് കാണിക്കേണ്ടത്. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് ചോദിക്കും. ഇതിനു മുമ്പ് അതായത് പുതിയ ചിലപ്പോൾ ഇതിന് നമ്മൾ ഏതൊക്കെ വണ്ടികൾ ഓടിച്ച് പരിചയമുണ്ടോ ട്രെയിലറിൽ തന്നെ, അതിൽ എക്സ്പീരിയൻസ് ചോദിച്ച് ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ ഇതെല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ ഞായറാഴ്ച നമ്മളെ വോൾവോ ട്രെയിനിങ് സെന്ററിൽ വിടും. അവിടെ വലിയ റൂം എടുത്ത് നിൽക്കണം. അതായത് പൈസ എക്സ്പെൻസ് ഒന്നും ആവത്തില്ല. ഒരാൾ വന്നാൽ ചെറിയൊരു 1000 രൂപ താഴെ ആവത്തുള്ളൂ. വോൾവോ റൂമിനാണ് ഒരാൾക്ക് 5 ദിവസം നിൽക്കാൻ ഒരു 1000 രൂപ കൂട്ടിക്കും. 1000 രൂപ. പിന്നെ നമ്മൾ ഇന്ന് ജോയിൻ ചെയ്യുന്ന അന്ന് തൊട്ട് സാലറി സ്റ്റാർട്ടാ. അഡ്വാൻസ് കിട്ടുന്ന പരിപാടിയൊന്നുമില്ല. ശമ്പളം കറക്റ്റ് ഡേറ്റിൽ നമുക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ഇതിന്റെ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ ചെല്ലുക 5 ദിവസത്തെ ട്രെയിനിങ്. അതിൽ ഫോർവേഡ് ഓടിക്കാനായിട്ട് റിവേഴ്സ് ഓടിക്കാൻ അവിടെ പ്രാക്ടീസ് ചെയ്യില്ല. കാരണം ട്രെയിലർ ഡ്രൈവർമാർക്കാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. ഈ വണ്ടിയുടെ ഈ പറയുന്ന മെക്കാനിസങ്ങൾ ഉപയോഗിച്ച് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കോഴ്സ് എടുത്ത് സർട്ടിഫിക്കറ്റ് കമ്പനിക്ക് കൊടുക്കുന്നത്. കാരണം നമ്മൾ അല്ലെങ്കിൽ 10,000 രൂപ 8,000 രൂപ ചെലവ് വരുന്നതാണ് കമ്പനി നമുക്ക് ചെയ്തു തരുന്നത്. അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ടാണ് കോഴ്സ് അത് നമുക്ക് ഈ വണ്ടിയുടെ ട്രെയിനിങ് എടുത്താക്ക് ഈ വണ്ടി ഓടിക്കാനാണ് വോൾവോ അനുവദിക്കുന്നത്. വോൾവോയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് സർക്കാർ ചെയ്യുന്ന ലൈസൻസ് ഒന്നുമല്ല. നിലവിൽ വോൾവോയുടെ ട്രെയിനിങ് ഉള്ളവർ കാരണം ഇച്ചിരി സിസ്റ്റങ്ങളുള്ള വണ്ടി ആയതുകൊണ്ട് പഠിക്കാൻ വേണ്ടി വിടുന്നു. കാരണം പുതിയ ഒരാൾക്ക് നേരിട്ട് ചിലപ്പോൾ ഇത് കയറി ഇരുന്നാൽ സ്വിച്ചുകളും ഈ പറയുന്ന കാര്യങ്ങളും ചിലപ്പം കൈ വരത്തില്ല. അപ്പൊ അവിടെ ഇവരുടെ വണ്ടിയുടെ ടെസ്റ്റ് അടിക്കുന്ന ട്രാക്ക് ഉണ്ട്. ആ ട്രാക്ക് നമ്മളെ വണ്ടി ഡ്രൈവ് ചെയ്യിപ്പിക്കും. എല്ലാ ദിവസവും ഡ്രൈവ് ചെയ്യിപ്പിക്കും. ഫോർവേഡ് ഓരോ സിസ്റ്റം പഠിപ്പിക്കും. ആ സിസ്റ്റം അനുസരിച്ച് ഡ്രൈവ് ചെയ്യിപ്പിക്കും. 90 ഡിഗ്രി അവിടെ പാർക്കിംഗ് ടെസ്റ്റ് ഉണ്ട്. എസ് പോലെ വന്നിട്ട് 90 ഡിഗ്രി പാർക്ക് ചെയ്യണം. അപ്പൊ ഈ ട്രെയിലർ ഓടിക്കാനായിട്ട് നമ്മുടെ കേരളത്തിലെ ട്രെയിലർ ലൈസൻസ് ആവശ്യമുണ്ടോ? ഇവിടെ നിലവിൽ വേണ്ട. ഇവിടെ ഹെവി ലൈസൻസ് ഉള്ളവരാണ് മിക്കവാറും എല്ലാവരും ഓടുന്നത്. എത്ര വർഷം? 5 വർഷം മിനിമം. 5 അത്ര അവർ 3-5 കണ്ടാ പറയുന്നത്. എക്സ്പീരിയൻസ് വേണം. ബാക്കി കാര്യങ്ങൾ അവര് ഇന്റർവ്യൂ ചോദിക്കുക. ഇതിനു മുമ്പ് ഏതൊക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ട്, ഇത് തന്നെയുള്ള ലോബട്ട് ഉണ്ട്, കണ്ടെയ്നർ ടൈപ്പ് ഉണ്ട്, ടിപ്പർ ടൈപ്പ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ വണ്ടികൾ ഓടിച്ച് പരിചയമുണ്ടോ എന്ന് ചോദിക്കും. കാരണം ഇതാണ് 55 അടി എടുത്ത് നീളം വരുന്ന വണ്ടിയാണ്. ഇത് നമ്മുടെ മെയിൻ സാധാരണ വണ്ടിയിലുള്ള പോലത്തെ ഡിസ്പ്ലേ ആണെങ്കിൽ എക്സ്ട്രാ ഒരു ഡിസ്പ്ലേ ഉണ്ട്. ഇതിലെ കുറെ ഓപ്ഷൻസ് ഇതിലും കാണാം. ഇതിൽ അക്കൗണ്ടിൽ നമ്മൾ ലോഗിൻ ചെയ്താൽ ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെ വണ്ടിയുടെ ഇതിന്റെ വെയിറ്റ് കണ്ടോ, വണ്ടിയുടെ വെയിറ്റ് ആണ്. കുറെ ട്രോള് കണക്ട് ചെയ്താൽ അതിൽ എത്ര ലോഡ് ഉണ്ടെന്ന് കാണിക്കും. അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഡിസ്പ്ലേനെ പല 2 ഇതുണ്ട്. ഈ ഡിസ്പ്ലേ ഉണ്ട്, ഡിജിറ്റൽ. പിന്നെ ഇതിൽ സ്പീഡ് ഇത് വേറെ ഒരു മോഡായി. അങ്ങനെ 3 മോഡുണ്ട്. ഇത് ഡീസലിന്റെ അളവ്, ആർട്ട് ബ്ലൂവിന്റെ അളവ്. പിന്നെ ഇതിലുണ്ട് എമർജൻസി എക്സിറ്റ് വിൻഡോ. ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ തുറക്കാം. തുറന്നു കഴിഞ്ഞാൽ ഒരു തവണ തുറക്കാൻ പറ്റും. തുറന്നു കഴിഞ്ഞാൽ എടുത്ത ആൾക്ക് വെളി ഇറങ്ങാം. ഓക്കെ, അപ്പൊ ഇത് എമർജൻസി സിറ്റുവേഷനിൽ മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സംഭവം. ഒരു തവണ തുറന്നു കഴിഞ്ഞാൽ വീണ്ടും അത് പുതിയത് വെക്കേണ്ടി വരും. അതാണ് അതിന്റെ വേറെ. പിന്നെ ഡിസ്പ്ലേ തന്നെ പല സംവിധാനങ്ങളുണ്ട്. ഇതാണ് ട്രിപ്പ് 1, ട്രിപ്പ് 2, ട്രിപ്പ് 3. ഇപ്പൊ 3 ഡ്രൈവർ ഈ നിലവിൽ ഈ വണ്ടിയുണ്ട്. ഒരാള് പിന്നെ ട്രെയിനിയാണ്. അപ്പൊ അങ്ങനെ വെച്ചാൽ 2 ഡ്രൈവറാണ് ഓടുന്നത്. അപ്പൊ ഇതില് ഒരു ഡ്രൈവർ ഓടും, ഈ ട്രിപ്പ് 2 ഒരു ഡ്രൈവർ ഓടും. അപ്പൊ അവരുടെ ഇൻഡിവിജ്വൽ കിലോമീറ്ററും അതിന്റെ ആൾക്ക് കിട്ടുന്ന മൈലേജ് ഇത് കാണിക്കും. എത്ര കിലോമീറ്റർ എത്ര മൈലേജ്, അതിന്റെ ഓവറോൾ ഇത് കാണിക്കും. പിന്നെ ഇതില് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാല് ഒരു ഇലക്ട്രോണിക് ബ്രേക്ക് ഉണ്ട്. 3 ബ്രേക്കിംഗ് സിസ്റ്റം വണ്ടിയിലുള്ളത്. ഇതാണ് ഇതിന്റെ പാർക്കിംഗ് ബ്രേക്ക്. നമ്മൾ ബ്രേക്ക് പ്രസ് ചെയ്യുക, ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ബ്രേക്ക് റിലീസായി, ഇങ്ങനെ വലിക്കുമ്പോൾ ബ്രേക്ക് ആയി വണ്ടി. അത് ഇലക്ട്രോണിക് ബ്രേക്ക് സിസ്റ്റമാണ്. പിന്നുള്ളത് നമ്മുടെ സാധാരണ സർവീസ് ബ്രേക്ക്, കാലിലുള്ള ബ്രേക്ക്, ക്ലച്ചിലാണ്, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. പിന്നുള്ളത് ഈ ഓക്സിലറി ബ്രേക്കാണ്. നമ്മൾ ഇറക്കത്തൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര വേഗതയിൽ വണ്ടി, അതായത് എങ്ങനെയാ പറയണ്ടേ, നല്ല വേഗത പോകുന്ന വണ്ടി പെട്ടെന്ന് കൺട്രോൾ വരുത്താൻ പറ്റും. അല്ലെങ്കിൽ സ്പീഡിൽ പോകുന്ന സമയത്ത് എഞ്ചിൻ ബ്രേക്കിനാണ് ഇച്ചിരി കൂടിയ എന്താ പറയുക സിസ്റ്റമാണ് ഇത്. ഇച്ചിരി അഡ്വാൻസ്ഡ് സിസ്റ്റം. ഇത് കാണണം. ഇത് നോക്കി, ഇതിപ്പോ ഓട്ടോമാറ്റിക്കലാണ് കിടക്കുന്നത്. ഇതില് ഇത് കേൾക്കുമ്പോ 0 ആയി. അതായത് ഈ സമയത്ത് ഈ 0യുടെ പർപ്പസ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇത് 1 പറയുമ്പോൾ ഒരു പിടുത്തമാവും. 2 പറയുമ്പോൾ കുറച്ചുകൂടെ പിടുത്തമാവും. 3 പറയുമ്പോൾ നല്ല പിടുത്തമാവും. അതിന്റെ കൂടെ കാലിന് സർവീസ് ബ്രേക്ക് കൂടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും വണ്ടി ഏകദേശം നല്ല കൺട്രോൾ വരും. അപ്പൊ ഇതിൽ 0യുടെ പർപ്പസ് പറയാം. ഇത് കയ്യിലിങ്ങനെ ഇങ്ങനെ ബ്രേക്ക് ഇടും, ഇതേ രീതി റിലീസ് ചെയ്യും. ഇതാണ് സിസ്റ്റം. ഇതിലെ ഒരു 3 കണ്ടീഷൻ ഉണ്ട്. ഈ ഓക്സിലറി ബ്രേക്ക് ഓട്ടോമാറ്റിക്കയിലും വണ്ടി ഓട്ടോമാറ്റിക്കയിലും, അതായത് ഉണ്ടോ ഓട്ടോമാറ്റിക്കയിലും എക്കോണമി മോഡിലും വണ്ടി പോകുന്ന സമയത്ത് 55 കിലോമീറ്റർ മേളിലാണ് വണ്ടിയുടെ വേഗതയെങ്കിൽ ആക്സിലേറ്ററിന് കാല് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക് ന്യൂട്രലാവും. ഓട്ടോമാറ്റിക് വണ്ടി ന്യൂട്രലായിട്ട് അതിന് ഐറോൾ എന്നാ പറയുന്നത്. ആ സ്പീഡിൽ വണ്ടി പോകും. അപ്പൊ നിരപ്പിലാണെങ്കിൽ വലിയ അത്യാവശ്യം യൂസ് ഉണ്ട്. പക്ഷെ ഇറക്കത്ത് ഇത് വണ്ടി പോകുന്ന സമയത്ത്
വണ്ടി ഇറക്കത്തി പോകുന്ന സമയത്ത് ഈ 3 കണ്ടീഷനിലാണെങ്കിൽ വണ്ടി നല്ല വേഗതയിൽ പോകും. ഈ നല്ല വേഗതയിൽ പോകുന്ന സമയത്ത് നമ്മൾ ഇതില് ഈ ഓക്സിലറി ബ്രേക്ക് ഇട്ട് നമുക്ക് വണ്ടി കൺട്രോൾ ചെയ്യാം. നല്ല ഇറക്കത്തിൽ പൊക്കൊണ്ടിരിക്കും. അപ്പൊ 70, 80, 90 സ്പീഡിലൊക്കെ ചില വണ്ടി പോകും. ആ പോകുന്ന സമയത്ത് ഒരു വളവ് വന്നു, പെട്ടെന്ന് കൺട്രോൾ ആക്കാൻ വേണ്ടി നമ്മൾ ഓക്സിലറി ബ്രേക്ക് ഇതേ രീതിയിൽ ഇട്ട് കൊടുത്താൽ കൺട്രോൾ ആവും. ആ വളവ് കഴിഞ്ഞിട്ട് വീണ്ടും ഓട്ടോമാറ്റിക് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ന്യൂട്രലായിട്ട് വണ്ടി പൊക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 1, 2, 3 അങ്ങനെ ചെയ്യുമ്പോൾ സഡനായിട്ട് ചെയ്യാം. 1, 2, 3 എന്നുള്ള ഇപ്പൊ നമ്മളിവിടെ ടോൾ പ്ലാസ വരുവാ, നമ്മളൊരു 300 മീറ്റർ മുന്നേ വെച്ച് ടോൾ പ്ലാസ കണ്ടു, നമ്മൾ ഉടൻ തന്നെ 1 ഇട്ടു, 2 ഇട്ടു, ടോൾ പ്ലാസിന്റെ അടുത്ത് തീരുമ്പോഴത്തിന് 3 ഇട്ട് സ്പീഡ് കൺട്രോൾ ആക്കി ഗേറ്റ് പോകുന്ന സമയത്ത് നേരെ ഓട്ടോമാറ്റിക് ടാക്സി എടുത്താൽ വണ്ടി അതേപോലെ പോകും. അതെല്ലാം വണ്ടി ഇത് സിസ്റ്റം എല്ലാം ചെയ്യുന്നത് ഫ്യൂവൽ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയാ, മാക്സിമം ഇതിനകത്ത് മൈലേജിൽ പിടിക്കാൻ വേണ്ടി വണ്ടി ഓട്ടത്തില്. അപ്പൊ നമ്മൾ കാലിലെ ബ്രേക്ക് അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യണ്ട, കൂടുതലും ഓക്സിലറി ബ്രേക്ക് യൂസ് ചെയ്യുക, കാലിലെ ബ്രേക്ക് മാക്സിമം കുറച്ച് യൂസ് ചെയ്യുക. അതാണ് ഇതിൽ മൈലേജ് കൂടുതൽ ഐറോൾ ചെയ്യുക, മൈലേജ് കിട്ടാൻ വേണ്ടി. ഇപ്പൊ പച്ച ലൈറ്റ് ചെയ്ത് കിടക്കുന്നത് ന്യൂട്രല്. ഇത് റിവേഴ്സ് എടുത്ത് മുന്നോട്ട് ഇടുമ്പോ അത് പ്രസ് ചെയ്തോണ്ട് വീണ്ടും പ്രസ് ചെയ്ത് ന്യൂട്രല്. ഇത് ഓട്ടോമാറ്റിക്, ഇത് മാനുവല്. മാനുവൽ ഈ സൈഡിൽ കണ്ടോ സ്വിച്ച് ഉണ്ട്, പ്ലസ് മാനുവൽ ഇട്ടിട്ട് പ്ലസും മൈനസ് ഉപയോഗിച്ച് ഗിയർ അപ്പും ചെയ്യാൻ ഡൗൺ ചെയ്യാം. എത്ര ഗിയർ ഇതിനകത്തില് 12 ഫോർവേഡ് ഗിയർ, 4 റിവേഴ്സ് ഗിയർ, ടോട്ടൽ 16 ഗിയർ. ഇത് പിന്നെ മോഡ്, ഇത് കണ്ടോ, ഈ മോഡിൽ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ കൊണ്ടോ ഈ കാണുന്നതാണ് എക്കോണമി മോഡ്. അത് പ്രസ് ചെയ്യുമ്പോൾ അടുത്ത മോഡിലോട്ട് മാറി. ഇതെന്ന് പറഞ്ഞാല് സ്റ്റാൻഡേർഡ്, ഇതെന്ന് പറഞ്ഞാൽ പെർഫോമൻസ്. കണ്ടോ, ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ എക്കോണമി. നമ്മൾ എക്കോണമി മോഡി വേണം വണ്ടി ഓടിക്കാൻ. ഇത് എക്കോണമി, ഇത് ന്യൂട്രല്, ഇത് കണ്ടോ റിവേഴ്സ് ആയി. ഓട്ടോമാറ്റിക്, മാനുവൽ. ഇത് ഏത് ഗിയറിലാ പോകുന്ന പറയും, ന്യൂട്രൽ 1 അത് കിടക്കുന്നത്. ഇത് ഗിയർ മാറിക്കൊണ്ടിരിക്കും. എന്തായാലും എയർപ്ലെയിനുള്ള കുറെ സ്വിച്ചുകളൊക്കെ ഉണ്ടല്ലോ. എന്തോന്നാ ഇപ്പൊ ലെവൽ ചെയ്ത്, എന്തോന്നാ ലെവൽ ചെയ്ത്? ഇത് വണ്ടി, ഇത് എയർ ബാഗിലാണ് വണ്ടി നിൽക്കുന്നത്. ഇത് മേലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി അപ്പാവും, താഴോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഡൗൺ ആവും. ട്രോളി റിലീസ് ചെയ്യാനായിട്ടാണ്, ട്രോളി അറ്റാച്ച് ചെയ്ത് റിലീസ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്നത് ഇത്. കാരണം മറ്റു സാധനം ഇടിച്ച് കയറ്റണം. ഇതിപ്പോ ഡീസൽ അടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അല്ല, അത് ലെവൽ ചെയ്യണം. അല്ലെങ്കിൽ ടാങ്ക് 2 ടാങ്ക് 800 കിലോ ലിറ്റർ 2 ടാങ്ക് ആയിരിക്കുന്നത്. 2 ടാങ്ക് ഉണ്ട്. പിന്നെ അത് സ്വിച്ചിന്റെ പടി പറഞ്ഞ സ്ഥിതിയോടെ എടുത്തേക്കാം. ഈ കാണുന്നതാണ് ഹിൽ ഹോൾഡ് എന്ന് പറയും. നമ്മൾ കയറ്റത്തൊക്കെ ഇത് ഓട്ടോമാറ്റിക് വണ്ടിയല്ല, ബ്രേക്ക്, അതായത് ബ്രേക്കിന്റെ കാലെടുത്ത് ആക്സിഡന്റ് കൊടുക്കും. സാധാരണ എന്താ ക്ലച്ച് ഹാഫ് ക്ലച്ച് ചെയ്തിട്ടാണ് വണ്ടി പിടിച്ചു നിർത്തുന്നത്. ഈ ഹിൽ ഹോൾഡ് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് കത്തിയില്ലേ, ഇപ്പൊ ഹിൽ ഹോൾഡ് സ്വിച്ചാ വണ്ടി നമ്മൾ ബ്രേക്കിന്റെ കാലെടുക്കുന്ന ഒരു 3 സെക്കൻഡ് കിട്ടും. ആ സമയത്തിനുള്ളിൽ ആക്സിഡന്റ് കൊടുത്ത് വണ്ടി പുറകോട്ട് പോകാതെ മുന്നോട്ട് എടുക്കാൻ പറ്റും. ഇതാണ് TCS, അതായത് ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം. അതായത് ടയർ പല സ്പീഡിലായിരിക്കും കറങ്ങുന്നത്. അത് ചെറുതായിട്ട് ബ്രേക്ക് ചെയ്ത് കൺട്രോളിലാക്കും. ഒരേ സ്പീഡിൽ ബാക്കിലത്തെ ട്രോളിയിലേക്ക് ടയർ കറക്കാവും. ഇതാണ് ഡിഫറൻഷ്യൽ ലോക്ക്. ഈ സ്വിച്ച് അതായത് 2 വീലും ലോക്ക് ചെയ്തിട്ട് ഒരേ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യിക്കും. ഈ സ്വിച്ച് ഇട്ടാൽ നമ്മൾ ചെളിയിലൊക്കെ താന്നിട്ട് കയറി വരാൻ വേണ്ടി ഉപയോഗിക്കാം. ടിപ്പറിലൊക്കെ കൂടുതൽ യൂസ് ആവുന്നത്, ഇത് അത്ര നമ്മൾ യൂസ് ചെയ്യാറില്ല. അതിലൊരു കണ്ടീഷൻ ഉണ്ട്, സ്റ്റിയറിംഗ് നേരെ ആയിരിക്കണം. സ്റ്റിയറിംഗ് ഏത് ഡയറക്ഷനിൽ തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ആക്സിൽ പിടിച്ചു കളയും. ഈ വണ്ടിയുടെ എല്ലാ പാർട്സിനും ഭയങ്കര വിലയാണ്. ആക്സിഡന്റിന് 6 ലക്ഷം രൂപ എടുത്ത് മാറണമെങ്കിൽ വരുന്നതാണ് ഞങ്ങൾ ട്രെയിനിങ് സെന്റർ വെച്ച് പറഞ്ഞത്. പിന്നെ ഇതിന്റെ സാധാരണ ഉള്ള തന്നെ ഇതിന്റെ റീജനറേഷൻ സ്വിച്ചാണ്. പിന്നെ AC ഉണ്ട്, ഫുള്ള് ഇതിനകത്ത് മ്യൂസിക് സിസ്റ്റം, ഫോണെല്ലാം കണക്ട് ചെയ്യാം. ഇത് എയർ പ്രഷർ, ഇത് എഞ്ചിൻ കൂളൻ ടെമ്പറേച്ചർ, എഞ്ചിൻ ഓയിൽ പ്രഷർ, അങ്ങനെ ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഈ ഡിസ്പ്ലേയിൽ പ്രീ ചെക്കപ്പ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ടർബോ ഉപയോഗിച്ച് ഇട്ടാ ഓടുന്ന വണ്ടി ഓടുന്ന സമയത്ത്, കാരണം മൈലേജ് പിടിക്കാൻ വേണ്ടി. ടർബോ അധികം കയറാതെ ഓടിച്ചാൽ മൈലേജ് കിട്ടും. ഇപ്പൊ ഇവിടെ കാണിക്കും ആവറേജ് ഇപ്പൊ എത്ര മൈലേജാണ് കിട്ടുന്നത്, ഇപ്പൊ എത്ര മൈലേജ് ഉണ്ട്, എത്ര കിലോമീറ്ററോടെ വണ്ടി പോകും. അപ്പൊ ഇതിലേ ചോദിച്ചോട്ടെ, എത്രയാണ് മൈലേജ്? വണ്ടി ഓരോ വണ്ടി വിളിക്കും, പഴക്കമൊക്കെ വ്യത്യാസമായിട്ടിരിക്കും. 4, 10, 5 ആ ഒരു റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടും വണ്ടിക്ക്. അപ്പൊ ഇത് BS6 മോഡൽ എത്ര വർഷം? ഇത് വണ്ടി ഇതിന്റെ പ്രത്യേകം ഞങ്ങൾ എപ്പോഴും വണ്ടി മാറി ഓടിക്കുന്നത്. ഈ വണ്ടി അടുത്ത വണ്ടിയായിട്ടായിരിക്കും തിരിച്ചു പോകുന്നത്. ഇത് വണ്ടിയാണ്, ഇച്ചിരി പഴക്കമുണ്ട്. ഇത് 8 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 8 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇത് എത്ര ലക്ഷം വരെ ഓടി വണ്ടികളുണ്ട്? ഇവിടെ ബാംഗ്ലൂര് ഒരു ബസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് 29 ലക്ഷം കിലോമീറ്റർ ഓടി, എഞ്ചിൻ പണിയാതെ. വോൾവോയുടെ ബസ്, മൾട്ടി ആക്സിൽ. 29 ലക്ഷം, എഞ്ചിൻ പണിതിട്ടില്ല, ഓയിൽ ചേഞ്ച് മാത്രമേ ചെയ്യത്തുള്ളൂ. അതിനല്ലാണ്ട് അങ്ങനത്തെ പണികൾ, ക്ലച്ച് മാറുമായിരിക്കും, അങ്ങനത്തെ പണികളൊക്കെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു ബെഡ്, ഈ സീറ്റ് വെളിയിറങ്ങിയിട്ട് പിന്നെ വീഡിയോ ചെയ്ത് കാണിക്കും. സീറ്റ് എയർ അഡ്ജസ്റ്റ്മെന്റ്, ഇതുണ്ട്.
അഡ്ജസ്റ്റ് ചെയ്യാം, പൊക്കാം, ആക്കാം, എയറല്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, വണ്ടി ഓഫ് ചെയ്തിട്ട് പോകുമ്പോൾ ഉറപ്പായിട്ട് ന്യൂട്രൽ ഇട്ടിരിക്കണം. ഓട്ടോമാറ്റിക്കലി കിടന്നിട്ട് വണ്ടിയിൽ നിന്ന് എയർ പോയി കഴിഞ്ഞാല് ഗിയർ പിന്നെ ചേഞ്ച് ആവില്ല. പിന്നെ നമ്മള് എയർ കയറ്റേണ്ടി വരും. അത് ചിലപ്പോൾ ടയറിൽ നിന്ന് എയർ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിന് കംപ്രസർ കൊണ്ടുവന്നിട്ട് ചെയ്യേണ്ടി വരും. അത് വലിയ മെനക്കേടാം. ഇതുണ്ട്, മുന്നോട്ടാക്കാം, പുറകോട്ടാക്കാം. ഇത് ഇതിന്റെ ആക്കാന്, പൊക്കാന്, ഇവിടെ സിറ്റുണ്ട്. ഇവിടെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാന്, ഇതിന്റെ മേൽഭാഗം മാത്രമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സിറ്റുണ്ട്. ഇത് വെച്ച് ഇങ്ങനെ ഇത് തന്നെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഈ രീതി തിരിക്കുമ്പോൾ ലൈറ്റ് ഓണാ. പിന്നെ ഇതിൽ തന്നെ ടോഗിലാകുമ്പോൾ എല്ലാം ഓണാക്കാം. അത്ര അതിനകത്തുള്ള സിസ്റ്റം. ഇവിടെ ഒരു മസാജ് സെന്ററും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ സ്വിച്ച് നടുവിന് അപ്പുറത്ത് കൊടുക്കണ്ട, ഈ ഭാഗത്തായിട്ട് ബലൂൺ. ഈ സ്വിച്ച് ആക്കിയാൽ നമ്മുടെ നടുവിന്റെ പിറകിൽ ഒരു ബലൂൺ പൊങ്ങി വരും, നമുക്ക് സപ്പോർട്ട് തരുമല്ലേ. അപ്പൊ നല്ല സുഖിച്ച് പോവേണല്ലേ. ഓക്കെ, അടച്ചോളെ. ഇത് കേറുന്ന രീതിയുണ്ട്. അതെല്ലാം ട്രെയിൻ സെന്റർ പോകുമ്പോൾ പഠിപ്പിക്കും. ഈ 2 ഹാൻഡിൽ പിടിക്കുക, 1 2 3. അങ്ങനെയാണ് കയറേണ്ടത്. സ്പീഡിനെ പിടിച്ച് കയറരുത്. ഇറങ്ങുമ്പോൾ ക്രൂസ് കൺട്രോൾ ഉണ്ട്. ക്രൂസ് കൺട്രോൾ എത്ര കിലോമീറ്റർ, ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് സിസ്റ്റം ഉണ്ട്. ഇറക്കത്ത് പോകുന്നതിന് പ്രത്യേക കൺട്രോൾ സിസ്റ്റം ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. റിലീസ് ചെയ്യാൻ, പെട്ടെന്ന് എൻഗേജ് ചെയ്യാൻ പറ്റും. ഈ സൈഡിൽ പിന്നെ നമ്മുടെ ഈ ഡിസ്പ്ലേ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന പാനലുകളാണ്. കൂള് കണക്ട് ചെയ്യാം, ഫോൺ കണക്ട് കാറിലെ പോലെ തന്നെ ഫോൺ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് പ്രത്യേകത ഇതൊക്കെയാണ്. ഭയങ്കര ഡ്രൈവർക്ക് ഭയങ്കര കംഫോർട്ടാണ്. കാരണം ഈ കമ്പനിയിൽ എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് കാർഗോ ഓടുന്നേ. ഇതിൽ സാധാരണ ഇപ്പം ഇതില് വേക്കൻസിയുടെ കാര്യം പറഞ്ഞ് വീഡിയോ എടുക്കാൻ അന്വേഷിച്ച് വന്നേക്കുന്നേ. അല്ലെങ്കിൽ ഇതിൽ വീഡിയോ ഒന്നും അവർ ചെയ്യിക്കില്ല. ഒന്നാമത് സേഫ്റ്റി ആണ്, ലക്ഷങ്ങളെ കോടികളുടെ വിലയുള്ള കാർഗോയായിട്ടാണ് നമ്മൾ പോകുന്നത്. ഓൾ ഇന്ത്യ ഓടുന്ന വണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വീഡിയോ ഒന്നും സാറിന് ചെയ്യിക്കാൻ സമ്മതിക്കാറില്ല. പിന്നെ വന്നപ്പം ഇതിൽ ജോലിക്ക് താല്പര്യമുള്ളവർക്ക് വരണമെങ്കിൽ ഇത്ര ഫെസിലിറ്റി ഉള്ള വണ്ടി നിലവില് ചുരുക്കും. കാരണം ഇത് വോൾവോയുടെ വണ്ടിയിലുള്ള ഫെസിലിറ്റി ഒന്നും അത്ര ഫെസിലിറ്റി ഒന്നും ഈ വോൾവോയുടെ ഈ ഒരു മോഡൽ നമുക്ക് ഈ കമ്പനി മാത്രമേ ഉള്ളൂ ഈ നിലവിൽ അങ്ങനെ കേട്ടേക്കുന്നത്. അല്ലെങ്കിൽ ഇവര് പറയുന്ന നമ്മുടെ ഇതിൽ ഓടുന്നവരുടെ കയ്യിൽ ഈ വണ്ടി കണ്ടിട്ടുള്ളൂ. ഇത് FM 420 എന്ന് പറയുന്ന വണ്ടിയാ. FM എന്ന് പറഞ്ഞാൽ ഫോർവേഡ് മീഡിയം ക്യാബിൻ എന്ന് പറയുന്ന FM. അതിന്റെ 420 എന്ന് പറയുന്ന മോഡലുള്ള നമ്പറുള്ള വണ്ടിയാ. ഫുൾ AC ആണ്. പിന്നെ നമ്മൾ ഗിയർ മാറണ്ട. നമ്മൾ ആ ആക്സിലേറ്ററും ബാക്കി കാര്യങ്ങൾ കൺട്രോൾ സിസ്റ്റം നോക്കിയാൽ മതി. പിന്നെ എത്ര കിലോമീറ്റർ ഉണ്ട് ഒരു ട്രിപ്പ് എന്ന് പറയുന്നത്? നമ്മളിപ്പോ വന്നേക്ക് 2200 കിലോമീറ്റർ വൺ സൈഡ് 54 മണിക്കൂർ. അപ്പൊ ഒരു ഡ്രൈവർ എത്ര 6 മണിക്കൂറാണ് പറയുന്നത്. 5-5.5 മണിക്കൂറിനുള്ളിൽ വണ്ടി ഷിഫ്റ്റ് മാറും, മാറി ഓടും. ജോലിക്ക് താല്പര്യമുള്ളവര് നേരെ നമ്മളെ ബാംഗ്ലൂരാണ് ഓഫീസ്. ബാംഗ്ലൂർ ഹബിൽ ഇത് ബാംഗ്ലൂർ ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്, ഭീവണ്ടി കഴിഞ്ഞ ബോംബെയിലുണ്ട്, പിന്നെ ഡൽഹിയിലുണ്ട്. ഇത്ര ഇടത്ത് നമുക്കൊന്ന് ജോയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് മലയാളികൾക്ക് ഏറ്റവും എളുപ്പം ബാംഗ്ലൂർ ഒന്ന് ജോയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ, അതായത് ബാംഗ്ലൂർ ഓഫീസിൽ താല്പര്യമായിട്ട് വന്ന് ഒറിജിനൽ ലൈസൻസ് വേണം. ഒറിജിനൽ ലൈസൻസ് മസ്റ്റ് ആയിട്ട് വേണം. ഒറിജിനൽ ലൈസൻസ് വന്ന് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ, ലൈസൻസ് അവിടെ കൊടുക്കണ്ട, ലൈസൻസ് കാണിച്ചാൽ മാത്രം മതി. മറ്റ് കമ്പനികളിലെ പോലെ ലൈസൻസ് കൊടുക്കുന്ന പരിപാടിയില്ല. ഒറിജിനൽ ലൈസൻസ് കൊണ്ടുപോകാം. കാരണം വോൾവോ ട്രെയിനിങ് പോകുമ്പോൾ ഒറിജിനൽ ലൈസൻസ് കാണിക്കണം. അപ്പൊ ഒരുപാട് വേക്കൻസി ഉണ്ട്. താല്പര്യമുള്ളവർക്ക് വന്ന് ജോയിൻ ചെയ്യാൻ നമ്പർ ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പൊ ഇന്ത്യയിലെ നിലവില് അത്യാവശ്യം വെളിയിൽ നിന്ന് വരുന്ന ഫോറിൻ വണ്ടി ആണല്ലോ ഇത്. ഇത്രയും അത് വിദേശ രാജ്യത്തുള്ള എല്ലാ ഫെസിലിറ്റി, ഓടുന്ന വണ്ടിയിലുള്ള എല്ലാ ഫെസിലിറ്റി ഈ വണ്ടിയിലുണ്ട്. മനസ്സിലായോ? അത്തരത്തിലുള്ളൊരു വണ്ടി ഓടിക്കാം. ക്ഷീണം കുറവാണ്. കാരണം ഇത്രയും 2500 കിലോമീറ്റർ ഒക്കെ വണ്ടി ഓടി വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് അതിനായിട്ടുള്ള നമുക്ക് സുഖമുണ്ട് വണ്ടി ഓട്ടത്തില്. ഒരു കാറിനകത്ത് ഇരുന്ന് പോകുന്ന ഫീലാണ്. പിന്നെ ഈ ഡ്രൈവർ സീറ്റ് എല്ലാം എയർ ബാഗിലാണ് കിടക്കുന്നത്. എല്ലാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ആയിട്ട്. പിന്നെ സാലറിയുടെ കാര്യത്തിൽ പേടിക്കേണ്ട. മറ്റ് കമ്പനികളിലൊക്കെ പോകുന്ന പോലെ നമ്മൾ വിളിച്ചു ചോദിച്ച് സാലറി വന്നില്ലല്ലോ, അങ്ങനൊന്നുമില്ല. കറക്റ്റ് ഡേറ്റില് നിങ്ങളൊരു ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്ന പോലെ തന്നെ അക്കൗണ്ടിൽ പൈസ വന്നിരിക്കും, കൃത്യമായിട്ട് പൈസ വന്നിരിക്കും. അതാണ് വേണ്ടത്. അതാണ് ഞാനിതുപോലെ ഇവിടെ ഒന്ന് ജോലികൾ ചെയ്തിട്ടുള്ള പരിചയമുള്ള ആളായതുകൊണ്ട് അറിയാം. ഇവിടെ അങ്ങനെ കുറെ പിന്നെ ഫെസിലിറ്റികൾ, താമസിക്കാനുള്ള സൗകര്യം. നിങ്ങൾ ഹബ്ബിൽ ചെന്നാൽ ഹബ്ബില് AC റൂം, കിടക്കാനുള്ള സൗകര്യം, കട്ടിലുകളുണ്ട്, ബാത്റൂം, ടോയ്ലറ്റ്, ക്യാൻറ്റീൻ സൗകര്യമുണ്ട്. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും. അപ്പൊ ഫുഡൊക്കെ നമ്മുടെ പിന്നെ അവിടെ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കണം. ചില ഹബ്ബുകളിൽ ഫ്രീ ആയിരിക്കും ഫുഡ്. ചിലയിടത്ത് 25 രൂപ അങ്ങനത്തെ ചെറിയ കൂപ്പൺ ഉണ്ട്. നമ്മൾ ID പറഞ്ഞു കൊടുത്ത്, നമുക്ക് എംപ്ലോയി ഉണ്ട്, ID കൊടുത്താൽ ഒരു കൂപ്പൺ കൊടുത്ത് ഭക്ഷണം കഴിക്കാം, സാലറി കട്ടാക്കും. അതൊന്നും വലിയ പൈസ ഒന്നും അങ്ങനെ പോകുന്ന കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഇത് കുക്ക് ചെയ്യാൻ അലൗഡ് അല്ല വണ്ടിയിൽ. ലൈനിൽ വഴിയിൽ നിന്ന് കടയിൽ നിന്ന് കഴിക്കാൻ പറ്റുള്ളൂ. വണ്ടി നിർത്തുന്നത് ഫുഡ് കഴിക്കാനും നമുക്ക് ടോയ്ലറ്റ് ആവശ്യം. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ഓടുമ്പോൾ ഹബ്ബിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിനു വേണ്ടി മാത്രമേ വണ്ടി നിർത്താറുള്ളൂ. അല്ലാണ്ട് ഫുൾ കണ്ടിന്യൂസ് റണ്ണിങ് ആണ്. പിന്നെ ഓടുന്ന വണ്ടിയെ കിടന്ന് ഉറങ്ങണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളോട് നമ്മൾ
ഈ ജോലി ചെയ്യുമ്പോൾ തയ്യാറാവണം. ഇതിന് പ്രത്യേകം ടൈമിംഗ് ഉണ്ട്. നമ്മൾ ഈ 2100 കിലോമീറ്റർ എത്ര 54 മണിക്കൂറാണ് ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടി. 2100 കിലോമീറ്റർ ഓടിക്കാൻ 200 കിലോമീറ്റർ. ഓരോ ലൊക്കേഷൻ ചിലപ്പോൾ മാറും. റോഡ് പണിയൊക്കെ ഉള്ള സ്ഥലങ്ങൾ അവർക്കറിയാം, അതനുസരിച്ച് ചിലപ്പോൾ ചെറിയ വ്യത്യാസം. ഇപ്പൊ നമ്മൾ താമസിച്ചാണ് വരുന്നതിനുള്ള ബുദ്ധിമുട്ട് എന്താണ്? താമസിച്ചാണ് ഇവര് നമ്മുടെ പെർഫോമൻസ് ആപ്ലിക്കേഷൻ ഡ്രൈവറുടെ അതിൽ കിടക്കുന്നത് കുറയും. ഇത് ടൈമിൽ എത്തിക്കണം. ഈ കമ്പനിയുടെ തന്നെ ഇതെന്ന് വെച്ചാൽ ഈ പറയുന്ന ടൈമിൽ കാർഗോ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുകയാണ്. അതിനുവേണ്ടിയാണ് ഇവര് വോളോട് വണ്ടി എടുത്തിരിക്കുന്നത്. ഇത്രയും ദൂരമുള്ള ഇത് ഇത്രയും വലിയ ട്രോളിക്കകത്ത് അത്രയും പാർസൽ കൊണ്ടുപോകാൻ സാധിക്കണം. അതിന് വേണ്ടി അപ്പൊ മൊത്തം എത്ര വണ്ടികൾ നമ്മൾ അതൊരു നല്ല 1000 മേളിൽ വണ്ടി കൊണ്ടാണ് സാധ്യത. ഒരു ഇതിപ്പോ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വണ്ടിയല്ല. ഈ വണ്ടി അവിടെ ചെന്നാൽ അടുത്ത വണ്ടി കൊണ്ടായിരിക്കും ഞങ്ങൾ പോകുന്നത്. ഈ വണ്ടിക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് കിട്ടത്തില്ല. ഈ വണ്ടി ഓടി അവിടെ ചെല്ലുന്ന അടുത്ത ഡ്രൈവർ ഇപ്പൊ ഡീസൽ അടിച്ചു, ആൾബിൾ ഓടിച്ചു, വണ്ടി താക്കോൽ കൊടുത്താൽ അടുത്ത ആളെ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ വണ്ടി എടുത്തിട്ട് പോവാം. നമുക്ക് 6 മണിക്കൂർ റെസ്റ്റ് കിട്ടിയാൽ ചിലപ്പോൾ ഈ വണ്ടിക്ക് അത് കിട്ടത്തില്ല. ഈ 2200 കിലോമീറ്റർ ഓടി വണ്ടി അതേ സ്പീഡിൽ തന്നെ ചിലപ്പോൾ തിരിച്ചു വരും. 4-5 ദിവസമൊക്കെ കണ്ടിന്യൂസ് ഓടിക്കൊണ്ടിരിക്കും. അത് ഓളോട് വണ്ടി ആയതുകൊണ്ട് വണ്ടിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് എത്ര ദിവസം നമ്മളിപ്പോ ഫസ്റ്റ് ജോയിൻ ചെയ്യാനായിട്ട് അവിടെ വന്ന് നമ്മൾ പുറത്ത് താമസിച്ച് നമ്മൾ അത് കോഴ്സ് അറ്റൻഡ് ചെയ്യണം? അങ്ങനല്ല, നമ്മളവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് 90 ഡിഗ്രി പാർക്കിംഗ് ടെസ്റ്റ് ഉണ്ട്. ചിലപ്പോൾ കോൺ വെച്ചിട്ട് ഷേപ്പില് വണ്ടി കൊണ്ടുവന്നിട്ട് 90 ഡിഗ്രി ഡോക്കി കൊണ്ട് പാർക്ക് ചെയ്യണം. കാരണം ഈ ചെല്ലുന്നിടത്തൊന്നും നേരെ സ്ട്രേറ്റ് റിവേഴ്സ് പാർക്കിംഗ് ഒരു ഹബിലും ഇല്ല. നമ്മൾ സ്പേസ് കാണത്തില്ല ചെല്ലുന്നിടത്ത്. നമ്മൾ ഇങ്ങനെ കിടക്കുന്ന വണ്ടി 90 ഡിഗ്രിയിൽ ചെറിയ സ്പേസ് ആയിരിക്കും നമ്മൾ പാർക്ക് ചെയ്യുന്നത്. അത് ചെയ്യാൻ അറിയാവോ? കാരണം ഓടിക്കുന്ന ഡ്രൈവറെ കൊണ്ട് പറ്റും. ട്രെയിലർ ഓടിച്ച് പരിചയമുള്ള ഡ്രൈവറാണെന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഹെവി ലൈസൻസ് ഉണ്ടെങ്കിൽ പോയി അറ്റൻഡ് ചെയ്യാം. അപ്പൊ 90 ഡിഗ്രി പാർക്കിംഗ്. അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ ഇന്റർവ്യൂവിൽ നമ്മൾ എന്തൊക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ട്, ഇതിലുള്ള എക്സ്പീരിയൻസിനെ പറ്റി അവർ കൃത്യമായിട്ട് ചോദിക്കും. ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയി പരിചയം ഉണ്ടെന്ന് ചോദിക്കും. അത് അധികം ദൂരങ്ങളിൽ പോയി പരിചയം ഇല്ലെങ്കിൽ കൂടെ വണ്ടി ഓടിച്ചുള്ള പരിചയത്തെ പറ്റി അവർ കൃത്യമായി ചോദിക്കും. അപ്പൊ അതിന് അത്രയൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാല്, ഇപ്പൊ നിങ്ങൾ ഒരു വെള്ളിയാഴ്ച അല്ലെങ്കിൽ വരുന്നെങ്കിൽ അടുത്ത വന്ന് ഇന്റർവ്യൂ ഓക്കെ ആയി കഴിഞ്ഞാൽ അടുത്ത ദിവസം കൊണ്ട് സാലറി സ്റ്റാർട്ടിംഗ് ആണ്. അപ്പം ട്രെയിനിങ് കഴിഞ്ഞ് നിങ്ങൾ വന്നു കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ വെള്ളിയാഴ്ച ട്രെയിനിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ തിങ്കളാഴ്ച ചൊവ്വാഴ്ച കൊണ്ട് ID വരും വോൾവോയുടെ. ID പാസ്വേഡും കിട്ടി കഴിഞ്ഞാൽ 2 സീനിയർ ആയിട്ട് അല്ലെങ്കിൽ ഓടി പരിചയമുള്ള ഡ്രൈവർമാരോടെ 3ാമത്തെ ഡ്രൈവറായിട്ട് വിടും. 5000 കിലോമീറ്റർ ഓടി തയ്ക്കണം. അതില് റൂട്ട് പഠിക്കുക, വണ്ടി ലൈനിൽ ഓടിച്ച് നല്ല എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും ഓടിച്ച് പരിചയമുള്ള ആൾക്കാരോടെ പോയി അതിന്റെ കാര്യങ്ങളെ പറ്റി പഠിക്കുക. കാരണം അതിർത്തികളുണ്ട്, അവിടെ ചെല്ലാൻ അടക്കേണ്ടി വരും, നമ്മൾ മെസ്സേജുകൾ ഇടേണ്ടി വരും. ഇപ്പൊ ഫൈൻ അടിച്ചാൽ നമ്മളെ കയ്യിൽ അല്ലല്ല, എല്ലാം നമ്മുടെ അക്കൗണ്ടിലോട്ട് 1 രൂപ പോലും വരില്ല. എല്ലാ വണ്ടിയുടെ ATM കാർഡ് ഉണ്ട്, അത് വരും, അതിന് പൈസ എടുത്ത് കൊടുത്താൽ മതി. അപ്പൊ ATM കാർഡ് വണ്ടിക്ക് വണ്ടി നമ്പറില്ല ATM കാർഡ് ഉള്ളത്. വണ്ടിക്ക് ATM കാർഡ് ഉണ്ട്, ആ ഡീസൽ കാർഡ് ഉണ്ട് വണ്ടിക്ക്. ബാക്കി കാര്യങ്ങളെല്ലാം കോപ്പറേറ്റീവ് സ്ഥാപനമായിട്ട് നമ്മൾ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വന്നങ്ങ് ചെയ്താൽ മതി. ജോലി ചെയ്യാൻ താല്പര്യം വേണം. കാരണം എക്സ്പ്രസ് കാർഗോ ആണ്, നല്ല ഓട്ടം ഉണ്ട്, അത്യാവശ്യം ഓട്ടം ഉണ്ട് വണ്ടിയില്. അതെ, അപ്പൊ കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആകും. നമുക്ക് എക്സ്പ്രസ് കാർഗോയുള്ള എക്സ്പീരിയൻസ് ആകും. പിന്നെ നമുക്ക് നല്ല വോൾവോ ട്രക്കിലുള്ള ഒരു എക്സ്പീരിയൻസ് ആകും ഓടിച്ചുള്ള. തിങ്കൾ തൊട്ട് വെള്ളി വരെ ട്രെയിനിങ്. അപ്പൊ ട്രെയിനിങ്ങിൽ വണ്ടി ഫോർവേഡ് ഓടിക്കുക, ഇതിന്റെ മറ്റു കാര്യങ്ങൾ എല്ലാം പഠിപ്പിച്ചു തരും. അവിടെ റിവേഴ്സ് പഠിപ്പിച്ചു തരും, പ്രത്യേകം പറയാം. കാരണം വണ്ടി റിവേഴ്സ് അറിയാവുന്ന ഡ്രൈവർമാരാണ് അവിടെ വരേണ്ടത്. അപ്പൊ 90 ഡിഗ്രി പാർക്കിംഗ് ഉണ്ട്, അവിടെയുണ്ട്. ഫോർവേഡ് ഓടിക്കുന്നത് ഈ പറഞ്ഞ സിസ്റ്റങ്ങൾ അനുസരിച്ച് വളരെ കൺട്രോൾ ആയിട്ട് വണ്ടി ഓടിച്ച് അവർ ഈ ആളെ കൊണ്ട് ഇത് ഓടിക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ പാസ്സാക്കി വിടും. കാരണം ഇത് എക്സ്പ്രസ് കാർഗോയാണ് ഓടുന്നത്. അപ്പം നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ പറ്റിയില്ലെങ്കിൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് കമ്പനിയിൽ. അതുകൊണ്ടാണ് അത് ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കുന്നത്. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയേക്കുക. കാരണം ഞാൻ ഇതിനു മുമ്പ് വണ്ടി ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെ എങ്ങനെ ജോലി കിട്ടും, കാരണം ഈ വണ്ടി നമ്മൾ എപ്പോഴും ലൈനിൽ പോകുമ്പോൾ കാണുന്നത് എങ്ങനെ ജോലി കിട്ടും, ആരെ കോൺടാക്ട് ചെയ്യണ്ടേ, എവിടെ പോകണ്ടേ എന്ന് തിരക്കൊണ്ടിരുന്നു. ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇത് എവിടെ വന്ന് ജോയിൻ ചെയ്യണം, എങ്ങനെ കോൺടാക്ട് ചെയ്യണം എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുക. അപ്പൊ താല്പര്യമുള്ളവർക്ക് ആ നമ്പറിൽ വിളിച്ച് കൃത്യമായ നമ്പർ ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുത്തേക്കാം. അഥവാ അതിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ ഞാൻ ഇൻബോക്സ് ചെയ്യുന്നതാണ്. ഒന്ന് പ്രാക്ടീസ് എടുത്തിട്ട് വരുന്ന ബെറ്റർ ആയിരിക്കും ടെസ്റ്റ് ഒക്കെ അടിക്കാനായിട്ട്. ഇപ്പൊ ഈ മോഡൽ വണ്ടി ഓടിക്കണമെങ്കിൽ തന്നെ ഇവിടെ അല്ലെങ്കിൽ ഇവരുടെ തന്നെ വെണ്ടർമാരുണ്ട്, അവരുടെ കയ്യിലെ വണ്ടി ഉള്ളു നിലവില്. വോൾവോയുടെ FM420 എന്ന് പറയുന്ന ഈ ട്രെയിലറിന്റെ ഈ ഹെഡുള്ള വണ്ടി. പിന്നെ അല്ലെങ്കിൽ ബസ്സും പുള്ളറുമാണ് കൂടുതൽ വെളിയിലുള്ളത്. അതിന് പ്രത്യേകിച്ച് നമ്മളിപ്പോ ഇവിടെ പോയി ട്രെയിനിങ് എടുക്കണമെങ്കിൽ ഈ വണ്ടി ഓടിക്കാൻ വേണ്ടി വണ്ടിയുള്ള ഒരാൾ പറഞ്ഞാൽ അവർ ട്രെയിനിങ് കൊടുക്കത്തുള്ളൂ. അതിന് നമ്മുടെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് വേണം, അങ്ങനെ 2-3 സർട്ടിഫിക്കറ്റ് വേണം. അതിലൊന്ന് ഈ പറയുന്ന പർട്ടിക്കുലർ വണ്ടി, അല്ലാണ്ട് നിങ്ങൾക്ക് ഇപ്പൊ പോയിട്ട് ഈ വണ്ടി ഓടിക്കാൻ ട്രെയിനിങ് വേണമെന്ന് പറഞ്ഞാൽ അവർ ട്രെയിനിങ് തരത്തില്ല അവിടുന്ന്. അപ്പൊ നിലവിൽ ഈ വണ്ടി ഓടിക്കാൻ ട്രെയിനിങ് കിട്ടണമെങ്കിൽ വണ്ടി ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഡെലിവറി വന്ന് ജോയിൻ ചെയ്താലേ നടക്കത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഡീസൽ അടിക്കാനാണ് ഇപ്പൊ നിൽക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് പറയാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ ഇപ്പൊ തിരിച്ചു പോകും, അളിയന്റെ ഡ്യൂട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ ഒരു കാര്യം വേക്കൻസി അറിയിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഇന്നിപ്പോ ഇവിടെ ചെന്നൈയിൽ വരെ വന്നിട്ടുള്ളത്. പിന്നെ എന്താ പറയേണ്ടത്, താല്പര്യമുള്ളവർ മാക്സിമം
അപ്ലൈ ചെയ്യുക, വരിക, നമ്പർ കൊടുക്കുക, വിളിച്ചിട്ട് വരിക. പിന്നെ ഒരു കാര്യമുണ്ട്, അതുപോലെ എക്സ്പ്രസ് കാർഗോ അല്ലെങ്കിൽ ലോങ് റൂട്ടിൽ ഓടാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം തയ്യാറുള്ളവരാണ് വരാൻ. ഒരു മാസം വന്നിട്ട് ഇത് കൂട്ടത്തിന് പൊതുവെ മലയാളികൾ അധികം പേര് നിൽക്കുന്നില്ല എന്നൊരു പരാതി ഇവിടെ ഉണ്ട്. ഇതിന് തന്നെ 500 എന്ന് പറയുന്ന വണ്ടിയാണ്, FM500 ആണ് പുള്ളറിൽ ഉപയോഗിക്കുന്നത്. സെയിം എഞ്ചിനാണ് ഇത് പ്രോഗ്രാം ചെയ്ത് മാറ്റുന്നത്. അതിന്റെ പവറും കാര്യങ്ങളും മാറ്റും. പുള്ളർ എന്ന് പറഞ്ഞാല് പുള്ളറിന് തൊട്ട് പുറകിൽ ഒരു ബോക്സ് വേണം. ആ ബോക്സ് ഒരു കൗണ്ടർ വെയിറ്റ് ആണ്, ചിലപ്പോൾ 40 ടൺ 30 ടണ്ണ് വെയിറ്റ് അത് കൊടുത്തേക്കും. എന്നിട്ട് അതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ട്രോളിയുടെ മണ്ടയ്ക്ക് 5th വീലും കിങ് പിന്നുമായിട്ട് കണക്ട് ചെയ്യുക ചെയ്യുന്നത് ഈ ട്രെയിലറിലെ. ഇത് പറഞ്ഞ പ്രൈമും ട്രാക്ടറും അല്ലെങ്കിൽ ഇത് ട്രാക്ടർ ട്രോളി അങ്ങനെ പറയാൻ പറ്റും. ട്രാക്ടർ ട്രെയിലർ അങ്ങനെ പറയുന്നത്. അപ്പൊ പുള്ളർ എന്ന് പറഞ്ഞാൽ അതിന്റെ കണക്ട് ചെയ്യും. അതായത് ഈ വണ്ടിയിൽ ലോഡ് വരുന്നില്ല, അത് വലിക്കുക, കെട്ടി വലിക്കുന്നതിൽ വലിക്കുക. കാരണം 150 ടണ്ണ് ചിലപ്പോൾ 100 ടണ്ണൊക്കെ വരുന്ന വലിയ ഹെവി സാധനങ്ങൾ കൊണ്ടുപോകാനാണ് ചെയ്യുന്നത്, അത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ വണ്ടിയിൽ ലോഡ് ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഈ വണ്ടി നിന്നിങ്ങനെ കറങ്ങത്തേ ഉള്ളൂ. അതിന് ഇവിടുത്തെ കൗണ്ടർ ലോഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് വണ്ടിയുണ്ട്. ഇതെന്താ ചെയ്യാൻ പോണത്? ഇത് വണ്ടി പൊക്കവും താക്കുകയും ചെയ്യുന്നത്. നമ്മൾ കപ്ലിംഗ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ചെയ്യുന്നത്? ഇപ്പൊ ലെവലാവും. ഓക്കെ, ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന എന്ത് ചെയ്യാം നമ്മള്? അത് 5th വീല് കണക്ട് ചെയ്ത സമയത്ത് ചെയ്യാൻ വേണ്ടി. 5th വീല് കണക്ട് ചെയ്ത സമയത്ത് സാധാരണ വണ്ടി വെച്ചാൽ ഇത് അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ പ്ലേറ്റ് വല്ല ഇരിക്കുന്നത്, പ്ലേറ്റ് താന്നു കൊടുക്കുമല്ലോ ചെയ്യും, തിരിച്ചാ കയറ്റും. ഇത് കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവന്നിട്ട് പൊക്കും, എന്നിട്ട് കപ്പിൾ ചെയ്യും. ഊരാൻ നേരത്തെ ചെറുതായിട്ട് മുന്നോട്ട് എടുത്താൽ പിന്നീന്ന് എടുത്തിട്ട് വണ്ടി താത്ത് ലെവൽ ചെയ്തിട്ട് ഇറക്കും. ശമ്പളത്തിന് കൂടെ ഇൻസെന്റീവ് ഉണ്ട്. ഏതാ ട്രിപ്പില് അത്ര ദൂരം ഓടുമ്പോൾ കിലോമീറ്ററിന് 1 രൂപ വെച്ച്. അതായത് കറക്റ്റ് ടൈമിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഓടി കിലോമീറ്ററിന് 1 രൂപ വെച്ച് അധികം. രണ്ട് ഡ്രൈവറുണ്ട്, 2 പേർ കൂടെ എല്ലാ ട്രിപ്പിലും. അപ്പൊ ഈ ചെറിയൊരു വീഡിയോ ഇന്നിവിടെ അവസാനിക്കുകയാണ്. വേക്കൻസിയുടെ കാര്യമായിട്ട് മാത്രമായിട്ട് വന്ന് എടുത്തതാണ്. ഉറപ്പായിട്ടും ഇവിടെ വീഡിയോ നമ്മൾ ഒരുമിച്ച് ചെയ്യില്ലേ, വളരെ തന്നെ ചെയ്യാം.